ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ അതാ ഇന്ന് വൈകുന്നേരം നെസ്റ്റോയിൽ പോണ കാരണം അപ്പോൾ കാര്യമായിട്ടൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ട് ഞാനിതാ ചിക്കൻ കുറുമ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചിക്കൻ കുറുമൊക്കെ ഇത് റെഡിയായി. ലാസ്റ്റ് ആയിക്കത് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉച്ചക്ക് മുമ്പ് തന്നെ തേങ്ങയൊക്കെ അരച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കുറുമ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേക്ക് തൂമിച്ച് പാരുക എന്നുള്ളൊരു പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ബാക്കി അതവിടെ വെച്ചിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിന് ചെയ്യാമെന്ന് കരുതിയിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. അപ്പോൾ കുറുമൊക്കെ ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുറുമ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ സംഭവം. എന്നിട്ട് അതിലേക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ അപ്പം ഉണ്ടാക്കാമെന്ന് കരുതിയിരുന്നു. പിന്നെ എനിക്കൊരു മടി വന്ന്, അപ്പോൾ ആ മടിക്ക് ഞങ്ങൾ എന്ത് കരുതി പൊറാട്ട കൊടുത്തിട്ട് പൊറാട്ടയും ചിക്കൻ കുറുമൊക്കെ കഴിച്ചിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈകുന്നേരം അവിടെ ഷോപ്പിൽ നിന്നുള്ള ചെക്കന്മാരൊക്കെ പാടെ നമ്മളെ മാവുമ്മ കയറിയിട്ട് മാങ്ങ കറുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മാങ്ങ ഇട്ടിട്ടുണ്ട്, നല്ല പഴുത്ത മാങ്ങയും പിന്നെ ഒരുവിധം പഴുപ്പിക്കാൻ പറ്റിയതും അച്ചാറിടാനൊരു സംഖ്യയൊക്കെ പച്ചമാങ്ങ ഒക്കെ കിട്ടി. അപ്പം ബാങ്കൊക്കെ കൊടുത്തപ്പോൾ ആച്ചു പറഞ്ഞ പഴുത്ത മാങ്ങ മുളക് ഉപ്പൊക്കെ തിരുമ്പി കഴിക്കണം, അങ്ങനെ അതും കഴിച്ച്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാ നെസ്റ്റോക്ക് പോയിട്ടുണ്ട് കേട്ടോ. ആച്ചും അയ്മനും ഞാനും കാക്കും തന്നെ പോയിട്ടുള്ളൂ. അമൽ അങ്ങനെ വല്ലാതെ പോന്നിട്ടില്ല കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ നെസ്റ്റോയിലെത്തി. അച്ഛനും അയ്മനും എല്ലാ ആഴ്ചയും പിന്നാലെ കൂടി നെസ്റ്റോക്ക് പോരുമ്പോൾ പറയും മിഠായി ഒന്നും വാങ്ങി തരില്ല, അത് തരില്ല, അത് തരില്ല എന്നൊക്കെ. പക്ഷേ നമ്മൾ പറഞ്ഞതൊക്കെ വെറുതെ കാര്യം അത്യാവശ്യം ഓർക്ക് വേണ്ടതൊക്കെ എടുത്തിട്ട് ഓല് പോരുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ നെസ്റ്റോക്ക് എത്തിയപ്പോൾ ഈ ആഴ്ച എനിക്ക് വല്ലാതെ ഒന്നും സാധനം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ആച്ചു നേരെ ട്രോളി കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അമ്മക്കൊന്നും സാധനം ഒന്നും വേണ്ടില്ല, ഒന്നും മഞ്ഞ ഒന്തിക്കോ എന്ന് പറഞ്ഞിട്ട് ആച്ചു ട്രോളി കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഫോൺ ആച്ചുവിൻ്റെ കയ്യിലായ കാരണം ആച്ചു നെസ്റ്റോടെ റോഫങ് ഭാഗമൊക്കെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയല്ല ഫോൺ പിടിക്കാമെന്ന് പറഞ്ഞ് ഫോണൊക്കെ വാങ്ങിയപ്പോൾ ഓളിങ്ങനെ ഓരോന്ന് പറയട്ടെ, അത് ഇത് എല്ലാ കുട്ടികളെയും ട്രോളിയിൽ ഇരുത്തിക്കണം, ഇന്ന മാത്രം ഇരുത്തിയിട്ടില്ല, ഉമ്മ അങ്ങനെയാണ് ഉമ്മ അങ്ങനെയെന്നൊക്കെ പറയുന്നിട്ടാണ്. അങ്ങനെ എല്ലാ ആഴ്ചക്ക് വരുന്ന കാരണം ചില ആഴ്ചകൾ വല്ലാതെ ഒന്നും വേണ്ടിയില്ല, എന്നാൽ ചില ആഴ്ച നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്ന് വെച്ചതൊക്കെ കഴിയണ ആഴ്ച അത്യാവശ്യം സാധനം വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒന്നും വേണ്ടാത്ത ആ ഒരു വല്ലാതെ പർച്ചേസിങ് ഇല്ലാത്ത ആഴ്ചയിൽ ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ എടുക്കൂട്ടാ. ഈ ആഴ്ച ഞങ്ങൾ ചീസ് കേക്ക് എടുത്തിട്ട് സംഭവം അടിപൊളിയായിരുന്നിട്ടാണ്. എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ നോക്കിയാൽ ചീസ് കേക്കിൻ്റെ കുറച്ച് കേൾക്കാം, പക്ഷേ ചീസ് കേക്ക് ഞാൻ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ചീസ് കേക്ക് ഞങ്ങൾ വാങ്ങി കഴിച്ച് ഞങ്ങളവിടെ ഇരുന്നിട്ട് ഒരു പാക്കറ്റിന് ഇരുന്നിട്ട് തന്നെ കഴിച്ച്. പിന്നെ പോരാൻ നേരം അമലില്ലേ വീട്ടിലെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അമലിന് കൊടുത്തിട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാലും പിന്നെയും കാണുമ്പോൾ ആച്ചോ അത് വേണം ഇത് വേണമെന്ന് രണ്ടാളും കൂടിയും ഭയങ്കര പർച്ചേസിങ് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പ്രാവശ്യം അത്യാവശ്യം ഫ്രൂട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ലാതെ ഒന്നും വേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു മാക്സി എടുത്തിട്ടുണ്ട്, നല്ല മാക്സികൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കുറച്ച് ലെങ്ത്ത് ഓവറായി, എത്ര മീഡിയം സൈസ് എടുത്താലും എനിക്ക് ലെങ്ത്ത് ഓവറായി കേട്ടോ. അപ്പോൾ നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ബില്ലാക്കൽ പരിപാടി കേട്ടോ. ബില്ലാക്കണ പരിപാടിയാണെന്ന് കാണുമ്പോൾ ആച്ചു അയ്മനും വേഗം ഓടിപ്പോകും, എടുക്കാൻ വെച്ചാൽ മിഠായി എടുക്കാനാട്ടോ. ബില്ലിങ് കൊടുത്തുമ്പോൾ നേരെ കാക്ക ബില്ലാക്കാൻ നിൽക്കുകയാണെന്ന് കണ്ടാൽ അപ്പോൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പം